ഹായ് ഗായ്സ്. ഹായ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കോളേജ് മിനി വ്ളോഗാണ്. അതേപോലെ തന്നെ ഫ്രണ്ട്സ് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാനും ശൈലി ക്ലാസ്സിൽ കയറി. അപ്പോൾ ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ സ്വാഭാവിക ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹമീദ് സാർ ഒരു പാവായതുകൊണ്ട് നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഹമീദ് സാർ. ക്ലാസ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ പാവം ഹമീദ് സാർ നമുക്ക് അറ്റൻഡൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. മൈനർ സബ്ജക്റ്റ് വേറെ ആയതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും നമ്മൾ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളെ എക്സ്പ്രഷൻ ക്യൂവിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി ഫ്രണ്ട്സ് ക്ലാസ്സിലായതുകൊണ്ട് നമ്മൾ മൂന്നുപേരും ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ കോളേജ് കൂടെ തന്നെയാണ് ഈ നടക്കുന്നത്. പേടിയൊന്നുമില്ല, എന്നാലും കല്യാണം കഴിഞ്ഞല്ലേ. ഈ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാടൊക്കെ പിടിച്ചിട്ട്, പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ആരോ നല്ല കോട്ട്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തിരിച്ചു പോവാൻ നിക്കാണ്. ഇങ്ങനെ കേറി അതാണ് ബോയ്സ് ഹോസ്റ്റൽ. അവിടേക്ക് പോകാൻ പറ്റുക. ബോയ്സ് ഹോസ്റ്റൽ നല്ലൊരു പഴയ ഹോസ്റ്റലാണ്. പണി കംപ്ലീറ്റ് കഴിയാത്തോണ്ട് തന്നെ ഒരു ഹൊറർ ലുക്കാണ് ആ ഹോസ്റ്റൽ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എല്ലാരും പോവാനൊരു രസമാണ്. അപ്പൊ അവിടുന്ന് ഒരു ബ്ലോഗർ വരുന്നുണ്ട്. ബ്ലോഗേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ദൃശ്യമാണിത്. അസ്സലാമു അലൈക്കും. ഓക്കെ ബൈ. അപ്പൊ ഞങ്ങളെ കാണാത്തോണ്ട് ഇവർ രണ്ടുപേരും തെരഞ്ഞു വന്നതാണ്. അപ്പൊ ഞങ്ങൾ വന്നവരെല്ലാരും തിരിച്ചു പോവാണ്. തിരിച്ചു വന്ന് നമ്മൾ കുറച്ചേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കോളേജിൽ. നമ്മളെ കൂട്ടത്തില് രണ്ടുപേരെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ചെലവിന് എവിടേക്ക് പോവാന്നുള്ളൊരു ചർച്ചയിലായിരുന്നു. അത് ഫുഡ് സ്പോട്ട് ഒക്കെ കിട്ടി നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം നേരം നിന്നിട്ടായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് സാലഡ് ഒക്കെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സമാധാനിക്കാം. ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. ഫുഡ് ടേബിളൊക്കെ എത്തിയതും എല്ലാവരും ചെസ് പീസിന് വേണ്ടിയിട്ടുള്ള അടിയായിരുന്നു. അപ്പൊ നമ്മുടെ ഷംനാക്ക് വലിയൊരു പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂട് കാരണം ആളെ കയ്യും പൊള്ളി. അതുവരെ സംസാരിച്ചിരുന്നവരൊക്കെ അപ്പൊ ഫുഡ് കണ്ടപ്പോ സൈലന്റ് ആയി. ഇടയിൽ കൂടെ ഞാനൊരു ചെസ് പീസ് ഒപ്പിന് ഫുഡ് കഴിക്കലൊക്കെ കണ്ട് കാഴ്ച ചെയ്തായിരുന്നു. പിന്നെ ബില്ല് എല്ലാവരും പാസ് ചെയ്ത് നമ്മൾ ബർത്ത്ഡേകളുടെ കയ്യിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പോകുന്നു. എല്ലാവരും ഈ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങളും കയറി ഈ വണ്ടിയിൽ. പക്ഷെ നല്ല തിരക്കായിരുന്നു. കുത്തി തിരികിട്ടായിരുന്നെങ്കിലും എല്ലാവരും ഇരുന്നുണ്ടായിരുന്നു. എല്ലാവരും കയറി വീഡിയോ എടുക്കണോണ്ട് തന്നെ എനിക്ക് കയറാനായിരുന്നു പണി ഉണ്ടായിരുന്നത്. മന്തി കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആണോന്ന് അറിയില്ല. അവിടെ എത്തണ വരെ പിന്നെ വണ്ടിയിൽ ചിരിയോട് ചിരിയായിരുന്നു. അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഊക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജിലെത്തി. നമ്മുടെ കോളേജിൽ ഇലക്ഷൻ ആയി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വോട്ട് ചോദിക്കുന്ന രംഗങ്ങളാണിത്. കുറച്ച് ഹെവി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു നാരങ്ങ സോഡ കുടിക്കാൻ കയറി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഫ്രൂട്ടി എടുത്ത് ഹിബക്കും കൊടുത്ത് ഞാൻ വീട്ടിലേക്കും പോയി. അപ്പൊ ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ.